അമേരിക്കയുടെ ആണവ നീക്കത്തിൽ ഞെട്ടിവിറച്ച് റഷ്യയ്ക്ക് ചുറ്റും ആണവ ബോംബുകൾ ന്യൂക്ലിയർ ബോംബുകൾ സ്ഥാപിച്ചു അമേരിക്ക എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പിന്നാലെ ട്രംപിന് സന്ദേശമയച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഏത് നിമിഷവും ചർച്ച നടത്താൻ താൻ ഒരുക്കമാണെന്നും വീഡിയോ സന്ദേശത്തിൽ പുടിൻ വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് നിർണായക നീക്കവുമായി റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ പുടിൻ ഒടുവിൽ ഭയന്ന് വിറച്ച് ട്രംപിന്റെ കാലിൽ വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അതിഭീകരമായ യുദ്ധം നടത്തുമെന്നും ഉക്രൈനെ സംഹരിക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പുടിന്റെ നിലപാട്. കീവിലേക്ക് അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ നടത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ വീണ്ടും അവസാനവട്ട താക്കീത് നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിന് ഒരു നിർദ്ദേശം നൽകിയത്. താൻ അധികാരമേൽക്കുന്നതിന് പിന്നാലെ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണം, അതിനുവേണ്ടിയുള്ള നടപടികൾ റഷ്യ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകി. എന്നാൽ ഇത് റഷ്യ ചെവിക്കൊണ്ടില്ല. പിന്നാലെ റഷ്യയ്ക്ക് ചുറ്റുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട അതിർത്തി രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ തങ്ങളുടെ സൈനിക ബേസ് ക്യാമ്പുകളിൽ തെർമൽ ന്യൂക്ലിയർ ബോംബുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം അമേരിക്കൻ സേനയ്ക്ക് സൈനിക മേധാവിമാർ നൽകി. തുടർന്ന് പെന്റഗന്റെ നിർദ്ദേശപ്രകാരം റഷ്യയ്ക്ക് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്ക തങ്ങളുടെ സൈനിക ബേസ് ക്യാമ്പുകൾ വിപുലപ്പെടുത്തി. കൂടുതൽ അമേരിക്കൻ സേന ഈ ബേസ് ക്യാമ്പുകളിലേക്ക് പറന്നെത്തി. പിന്നാലെ തന്നെ റഷ്യയ്ക്ക് ചുറ്റും ആണവ ബോംബുകളുടെ വൻ ശേഖരം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചു. ഇതോടുകൂടിയാണ് റഷ്യയ്ക്ക് ഭയപ്പാടുണ്ടായത്. അമേരിക്ക എന്തിനുള്ള പുറപ്പാടാണ്? ഇതിനകം തന്നെ ഉക്രൈൻ എന്ന രാജ്യത്തിന് അമേരിക്ക ആണവായുധം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് റഷ്യയ്ക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഉക്രൈന് ബാലിസ്റ്റിക് മിസൈലുകളും ആവശ്യത്തിലധികം ധനസഹായവും ആയുധ സഹായവും കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്ക നൽകിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അമേരിക്ക ഉക്രൈന് തങ്ങളുടെ ആണവശേഷിയുടെ ഒരു ഭാഗം കൈമാറിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ റഷ്യയിലേക്ക് പ്രയോഗിക്കാൻ ഗതികെട്ട അവസ്ഥയിൽ, ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയിൽ റഷ്യയിലേക്ക് ആണവായുധം പ്രയോഗിക്കാനായി അമേരിക്ക തങ്ങളുടെ ആണവ ശേഖരത്തിൻ്റെ ഒരു ഭാഗം ഉക്രൈന് നൽകിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് റഷ്യയെ വരിഞ്ഞു മുറുക്കാൻ റഷ്യയ്ക്ക് ചുറ്റും ആണവ ബോംബുകൾ സ്ഥാപിച്ചുകൊണ്ട് റഷ്യയെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കം അമേരിക്ക ആരംഭിച്ചത്. ഇതോടുകൂടി ഇനി പ്രകോപനമല്ല, സമവായമാണ് വേണ്ടത് എന്ന നിലയിലേക്ക് റഷ്യ എത്തിച്ചേർന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പൊടുന്നനെ നിർണായകമായ ഒരു നീക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വീഡിയോ സന്ദേശം തയ്യാറാക്കി അയക്കുകയായിരുന്നു. ആ വീഡിയോ സന്ദേശത്തിൽ ചർച്ച നടത്താനുള്ള സന്നദ്ധത വ്യക്തമായി അറിയിച്ചു പുടിൻ. അതേസമയം ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഏതാനും ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലല്ല താൻ ആഗ്രഹിക്കുന്നതെന്നും ഒരു നീണ്ട കാലത്തേക്കുള്ള വെടിനിർത്തൽ, ഈ യുദ്ധം പരിപൂർണമായും അവസാനിപ്പിക്കുന്നതിനുള്ള താല്പര്യം റഷ്യയ്ക്കുണ്ടെന്നും അത് അമേരിക്കയുമായി ചർച്ച ചെയ്യാമെന്നും പുടിൻ വ്യക്തമാക്കുന്നു. അതുകൂടാതെ തന്നെ റഷ്യയുടെ നിയമപരമായ പരിരക്ഷ ലഭിക്കണമെന്നും ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം, ഉക്രൈനുമായി നടക്കുന്ന യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണം ബോധ്യപ്പെടണമെന്നും റഷ്യയ്ക്ക് ന്യായമായി ലഭിക്കേണ്ട പരിഗണനകളും റഷ്യയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും പുടിൻ വ്യക്തമാക്കുകയാണ്. ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ തന്നെ തൻ്റെ അനുയായികളോട് റഷ്യൻ പ്രസിഡന്റുമായും റഷ്യൻ ഭരണകൂടവുമായും ബന്ധപ്പെടാൻ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള സന്നദ്ധതയും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: എത്രത്തോളം പവർഫുള്ളാണ് അമേരിക്ക, എത്രത്തോളം പവർഫുള്ളാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാവുകയാണ്. റഷ്യ എന്ന രാജ്യത്തിന് ഒരു അന്ത്യശാസനം നൽകുകയായിരുന്നു അമേരിക്ക. റഷ്യ എന്ന രാജ്യത്തിന് ഒരു അന്ത്യശാസനം നൽകുകയായിരുന്നു ട്രംപ് വിജയിച്ചതിന് പിന്നാലെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു. താൻ അധികാരമേൽക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും. താൻ അധികാരമേറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് യുദ്ധമുണ്ടാകില്ല
ഇത് അമേരിക്കൻ ജനതയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു, ഒരു വാക്കായിരുന്നു. ആ വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്തം ട്രംപിനുണ്ട് എന്ന് ട്രംപിനറിയാം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ മുൻകൂട്ടി തന്നെ ട്രംപ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഹമാസിന് നൽകിയ മുന്നറിയിപ്പ്, താക്കീത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് 19-ാം തീയതി തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും പ്രാബല്യത്തിൽ വന്നു. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറാണ് ആദ്യഘട്ടത്തിൽ. 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഏകദേശം 2000-ഓളം വരുന്ന യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേലും തിരിച്ചു നൽകും. 1 വർഷത്തിലധികമായി തുടരുന്ന യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, ആ യുദ്ധവും അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം, മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റിനും ഉക്രൈൻ പ്രസിഡന്റിനും ട്രംപ് നൽകിയിരുന്നു. എന്നാൽ അതിനെ നിഷ്കരുണം തള്ളുകയായിരുന്നു, ആ നിർദ്ദേശത്തെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഒടുവിൽ അമേരിക്ക തങ്ങളുടെ തനി രൂപം പുറത്തെടുത്തു, തനി സ്വരൂപം പുറത്തെടുത്തു. അത് റഷ്യക്കെതിരെയുള്ള വമ്പൻ നീക്കമായിരുന്നു. റഷ്യയെ 4 പാടുന്നും ചുറ്റിവരിഞ്ഞുകൊണ്ട് ഒരു യുദ്ധമുണ്ടായാൽ റഷ്യയെ കടന്നാക്രമിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് അമേരിക്ക പോയി. ഉക്രൈന് ആണവായുധങ്ങൾ നൽകി, റഷ്യയ്ക്ക് ചുറ്റും ആണവായുധങ്ങൾ വിന്യസിച്ചു. റഷ്യയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ തങ്ങളുടെ സൈനിക ബേസ് ക്യാമ്പുകൾ ശക്തമാക്കി. 10,000-കണക്കിന് അമേരിക്കൻ ഭടന്മാർ റഷ്യയ്ക്ക് ചുറ്റുമുള്ള അതിർത്തികളിൽ സുരക്ഷയ്ക്കായി, കാവലിനായി വിന്യസിക്കപ്പെട്ടു. ഇതോടുകൂടി റഷ്യയ്ക്ക് കാര്യം ബോധ്യപ്പെട്ടു, ഇനിയും മുന്നോട്ട് പോയാൽ അമേരിക്ക പണിയും. അമേരിക്ക മാത്രമല്ല, അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന സഖ്യരാജ്യങ്ങൾ ഒക്കെ പണിയും. ഉക്രൈൻ അവരുടെ കയ്യിലുള്ള ആണവായുധം എടുത്ത് പ്രയോഗിച്ചാൽ ഉക്രൈന് നഷ്ടപ്പെടാനൊന്നും തന്നെയില്ല. ആ സാഹചര്യത്തിൽ ഉക്രൈൻ അവരുടെ കയ്യിലുള്ള ആണവായുധം എടുത്ത് പ്രയോഗിച്ചാൽ റഷ്യ എന്ന രാജ്യം തന്നെ ഛന്നഭിന്നമാകും, നാമാവിശേഷമാകും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവസാന നിമിഷം ഒരു അനുരഞ്ജനത്തിന്, ഒരു സമവായത്തിനുള്ള നീക്കം പുടിൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ തീക്കളിയിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് റഷ്യ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സൈനിക മേധാവിമാർ നൽകി, തുടർന്ന് പെന്റഗന്റെ നിർദ്ദേശപ്രകാരം റഷ്യയ്ക്ക് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്ക തങ്ങളുടെ സൈനിക ബേസ് ക്യാമ്പുകൾ വിപുലപ്പെടുത്തി. കൂടുതൽ അമേരിക്കൻ സേന ഈ ബേസ് ക്യാമ്പുകളിലേക്ക് പറന്നെത്തി. പിന്നാലെ തന്നെ റഷ്യയ്ക്ക് ചുറ്റും ആണവ ബോംബുകളുടെ വൻ ശേഖരം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചു. ഇതോടുകൂടിയാണ് റഷ്യയ്ക്ക് ഭയപ്പാടുണ്ടായത്. അമേരിക്ക എന്തിനുള്ള പുറപ്പാടാണ്? ഇതിനകം തന്നെ ഉക്രൈൻ എന്ന രാജ്യത്തിന് അമേരിക്ക ആണവായുധം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് റഷ്യയ്ക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഉക്രൈന് ബാലിസ്റ്റിക് മിസൈലുകളും ആവശ്യത്തിലധികം ധനസഹായവും ആയുധ സഹായവും കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്ക നൽകിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അമേരിക്ക ഉക്രൈന് തങ്ങളുടെ ആണവശേഷിയുടെ ഒരു ഭാഗം കൈമാറിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ റഷ്യയിലേക്ക് പ്രയോഗിക്കാൻ, ഗതികെട്ട അവസ്ഥയിൽ, ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയിൽ റഷ്യയിലേക്ക് ആണവായുധം പ്രയോഗിക്കാനായി അമേരിക്ക തങ്ങളുടെ ആണവ ശേഖരത്തിൻ്റെ ഒരു ഭാഗം ഉക്രൈന് നൽകിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു.